കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആലത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അധികമായി 18,000 പൂരപ്രേമികൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി കെ രാജൻ. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആലത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. വിജയകുമാറിന്റെ ഫോൺ അടക്കം പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. രാത്രി ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയുമായി കോട്ടയത്ത് നിന്നുള്ള സംഘം പുറപ്പെട്ടു. ഇന്നലെ വൈകിട്ടാണ് പ്രതി മാളയിൽ എത്തിയതെന്നാണ് വിവരം. ഒറ്റയ്ക്കാണ് മാളയിൽ എത്തിയത്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ മാളയിൽ കണ്ടെത്തിയ പോലീസ് ഇന്ന് രാവിലെ സ്ഥലത്തെത്തുകയായിരുന്നു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച അസം സ്വദേശികളായ 3 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതക വിവരം അറിഞ്ഞുകൊണ്ടാണോ പ്രതിയെ ഒളിവിൽ പാർപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ആരായുന്നത്. കൊലപാതക വിവരം അസം സ്വദേശികൾക്ക് അറിയാമെങ്കിൽ പ്രതി ചേർക്കും. പ്രതിയിൽ നിന്ന് വിജയകുമാറിന്റെ രേഖകൾ കണ്ടെത്തി. തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള രേഖകളാണ് പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത്. 15,000 രൂപയും പ്രതിയെ പിടികൂടുന്ന സമയം കൈവശം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, മാള. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. കേസിലെ പ്രതികളെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ചൊവ്വാഴ്ച രാവിലെ 11:30 അഞ്ചേരിച്ചിറ ജംഗ്ഷനിലെ മീനൂട്ടി ചിക്കൻ സെന്റർ ഉടമ സന്തോഷിനെ ഗുണ്ടകൾ വന്ന് വെട്ടി പരിക്കേൽപ്പിച്ചത്. കടയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്ന സന്തോഷിനെ യുവാക്കൾ പ്രകോപനമില്ലാതെയാണ് മർദ്ദിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്താൻ ശ്രമിച്ചത്. സന്തോഷ് കത്തിയിൽ പിടിച്ചതിനാലാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. സന്തോഷിന് കയ്യിലും തലയ്ക്കും പരിക്കേറ്റിരുന്നു. കേസിൽ ഗുണ്ടകളായ 4 അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. മാതാമംഗലം മരൂട്ടിച്ചൽ സ്വദേശി 19 വയസ്സുള്ള ജിമ്മി എന്ന് വിളിക്കുന്ന ജിബിൻ, മാടക്കത്തറ വെള്ളാനിക്കര സ്വദേശി 27 വയസ്സുള്ള അനുഗ്രഹ്, പുത്തൂർ തെക്കുംപുറം വീട്ടിൽ 22 വയസ്സുള്ള സിക്കോ, അഞ്ചേരി കോയമ്പത്തൂറുകാരൻ വീട്ടിൽ വിജീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ വഴി പരിശോധന നടത്തിയ പോലീസ് പ്രതികളെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. പ്രതികൾ സന്തോഷിനെ ആക്രമിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് പോലീസ് പ്രതികളിൽ നിന്നും വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളുമായി മുൻപരിചയം ഇല്ലെന്നാണ് സന്തോഷ് പറയുന്നത്. തെളിവെടുപ്പിന് ശേഷം ഗുണ്ടകളെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒല്ലൂർ പോലീസ്. മീഡിയ ടൈം, തൃശൂർ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അധികമായി 18,000 പൂരപ്രേമികൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി കെ രാജൻ. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. സ്വരാജ് റൗണ്ടിൽ തന്നെ 250 മീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് ഇത്തവണ പൂരപ്രേമികൾക്ക് നിൽക്കാനുള്ള സജ്ജീകരണം ഒരുക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ സാധിക്കുമെന്നും അതിന് പുതിയൊരു ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും തൃശൂർ പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു പുതിയ ഡിസൈനിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ കറക്റ്റ് തെക്കേ ഗോപുരനടയാണ്. ഈ ഭാഗം തെക്കേ ഗോപുരനടയാണ്. ഇത് നമ്മുടെ വടക്കുന്നാഥൻ്റെ പ്രമിസസാണ് പൂർണ്ണമായിട്ടും കാണുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 200 മീറ്റർ മാഗസീനിൽ നിന്നും അകലം നമ്മൾ ഉപേക്ഷിച്ചു. കഴിഞ്ഞ തവണ ആളുകൾ നിർത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട തടസ്സം ഫയർ ലൈനിൽ നിന്ന് 45 മാഗസീനിൽ നിന്ന് 45 മീറ്റർ ഫയർ ലൈനിലേക്കും ഫയർ ലൈനിൽ നിന്ന് 100 മീറ്റർ ആളുകൾ നിൽക്കുന്നതിലേക്കും വേണം എന്നായിരുന്നു. അപ്പോൾ മാഗസിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ 45 മീറ്റർ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ ആ 45 മീറ്റർ അപ്രസക്തമായി. ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് പാറമേക്കാവ് ദേവസ്വം സാധാരണയുള്ള ഫയർ ലൈൻ കുറച്ച്
തെക്കേ ഗോപുരനടയിലേക്ക് ഒരു 15 മീറ്റർ ഉള്ളിലേക്ക് വലിക്കാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ പുതിയ ഡിസൈൻ അനുസരിച്ച്. കാരണം മാഗസീനിൽ നിന്ന് 45 മീറ്റർ എന്നതും ഇപ്പോൾ പ്രസക്തമല്ല. അപ്പം അതുകൊണ്ട് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് ഒരു 15 മീറ്ററോളം ദൂരം ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്ന വിധത്തിൽ ഫയർ ലൈനിനെ ഒന്ന് മാറ്റി ഡിസൈൻ ചെയ്യാൻ നമുക്കായി. പാറമേക്കാവിലിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പോയിന്റിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. എന്നാൽ ജോസ് തിയേറ്ററിൻ്റെ ഏതാണ്ട് പാരലലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ തെക്കേ ഗോപുരനടയിലേക്ക് കയറി തെക്കേ ഗോപുരനടയിൽ നിന്ന് ടേൺ ചെയ്ത് ബാറ്റയുടെ മുമ്പിലുള്ള പോയിന്റിലേക്ക് ഇറങ്ങി അങ്ങനെ അവസാനിപ്പിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പാറമേക്കാവിലിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡിസൈൻ നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കൂട്ടപ്പൊരിച്ചിലുണ്ടാവുക മണികണ്ഠനാലിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും, റോഡിൻ്റെ അപ്പുറത്തായിരിക്കും. അതും പാറമേക്കാവ് അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാൻ കൂടി തീരുമാനിച്ചതോടുകൂടി ഒരു വലിയ പ്രദേശമാകെ പുതിയതായ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥല സന്ദർശനത്തിൽ മന്ത്രിയോടൊപ്പം പി ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, ADM T മുരളി, തഹസീൽദാർ ജയശ്രീ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ, പോലീസ്, ഫയർഫോഴ്സ്, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. അന്നമനട കീഴടൂരിൽ പാടശേഖരത്തിൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പ് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചതായി പരാതി. ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റു നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കീഴടൂർ കൊരട്ടിപ്പള്ളം പാടശേഖരത്തിലാണ് സംഭവം. ഇവിടെ നിറവ് ഹരിതസമൃദ്ധി പൈതൃകക്കൂട്ടം സംഘം 30 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിരിക്കുന്നത്. കരിക്കാട്ടിച്ചാൽ നീർത്തടത്തിന് സമീപം സംഘം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോർ പമ്പിന്റെ അനുബന്ധ പൈപ്പാണ് കത്തിച്ചിരിക്കുന്നത്. തരിച്ചു കിടന്നിരുന്ന സ്ഥലത്താണ് പാടശേഖര സമിതി 12 വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നത്. ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാർഷിക ഉപകരണങ്ങളും വളവും മറ്റും നശിപ്പിക്കുക തുടങ്ങി പല രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ കണ്ടെത്തി ശിക്ഷ നൽകുന്നില്ലെന്നും കൊരട്ടിപ്പള്ളം പാടശേഖര സമിതി പ്രസിഡന്റ് മേരടൂർ ചക്കാലക്കൽ ജെന്നി പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു 30 ഏക്കറോളം സ്ഥലത്തോളം കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കൃഷി സ്ഥലത്തിലേക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് നിങ്ങൾ കാണുന്നത്. ഒരു 2 മോട്ടറുകളുണ്ട്. അതിലൊരു വെള്ളം പമ്പ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന മോട്ടറിൻ്റെ പൈപ്പ് അതിൻ്റെ അടിയിൽ പെട്രോൾ ഒഴിച്ച് ടയർ ഇട്ട് തീ കൊത്തിച്ച് ആ പൈപ്പ് അവിടെ ഉരുക്കി കളഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇവിടെ എന്നും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൊണ്ട് ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കലൊഴിച്ച് അതിന് തക്കതായ നടപടികളൊന്നും കൃത്യമായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. പോലീസ് വരുന്നത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ അവർ പകൽ ലൈറ്റ് ഇട്ടും അല്ലെങ്കിൽ രാത്രി ഓൺ അടിച്ച് ഇവിടെ വന്ന് ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓടിപ്പോകും. കൃത്യമായിട്ടൊരു എന്താ പറയുക, അവരൊരു ഷാഡോ പോലീസിനെ വെച്ച് കൃത്യമായിട്ട് ഇവിടെ നൈറ്റ് ഒരു പെട്രോളിംഗ് സംവിധാനം ഏർപ്പെടുത്തി ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ഞങ്ങളുടെ ഈ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കർഷകൻ ചക്കാലക്കൽ ജേക്കബും ഒപ്പമുണ്ടായിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. മോട്ടോർ പമ്പ് പൈപ്പ് കത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ കൃഷി സംവിധാനം തകർത്ത് കളഞ്ഞ് ഇവിടെ അവരുടെ സൗകര്യ വിഹാരത്തിന് വേണ്ടി ഈ പാടശേഖരത്തിലെ പ്രവർത്തനങ്ങളെ എങ്ങനെ നമ്മളെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച് നമ്മൾ അടുത്ത് മാറിപ്പോകണം. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം കൂടി ഞങ്ങൾക്ക് ഉണ്ടായാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ സാധാരണ കൃഷിക്കാർ ഇവരോട് മല്ലടിച്ച് നിൽക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് മാത്രം അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പഴൂക്കര തെക്കുമുറി NSS കരയോഗം കുടുംബസംഗമം നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻകുട്ടി, രവി പുഞ്ചപ്പറമ്പിൽ, മധുസൂദനൻ, മുരളീധരൻ എന്നിവർ സംസാരിച്ചു. മായം കലരാത്ത ഭക്ഷണം പാകം ചെയ്തു നൽകുന്ന കരയോഗത്തിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം സതിയെ ആദരിച്ചു.
കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശക്കാഴ്ച കലാസാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ലളിതകലാ അക്കാദമിയുടെ കുട്ടികൾക്കായുള്ള ചിത്രകലാ ക്യാമ്പ് ദിശ ആരംഭിച്ചു. പ്രമുഖ ചിത്രകാരൻ കെ എം മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു. ശില്പി വി കെ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ചിത്രകാരി ഇമാനുവൽ മെറ്റിൽസ്, ചിത്രകാരന്മാരായ സി ഉണ്ണികൃഷ്ണൻ, സുരേഷ് മുട്ടത്തി, ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി, ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ എന്നിവർ സംസാരിച്ചു. ആർട്ടിസ്റ്റ് ഹരിമുരളി പരിശീലനത്തിന് നേതൃത്വം നൽകി. പഴൂക്കരപ്പള്ളിയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷം ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ നടക്കും. ഏപ്രിൽ 25 വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കണ്ണമാലി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകും. തുടർന്ന് കൊടികയറ്റം നടക്കും. മെയ് 1-ന് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചടങ്ങ് നടക്കും. മെയ് 4-നാണ് തിരുനാൾ. ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം എന്നിവയാണ് തിരുനാൾ ദിനത്തിലെ പ്രധാന ചടങ്ങുകൾ. 25 മെയ് 4-ാം തീയതി ആഘോഷിക്കുന്ന ഊട്ടുതിരുനാൾ, അതിൻ്റെ ആരംഭം കുറിക്കുന്നത് 25-ാം തീയതി ഏപ്രിൽ 25-ാം തീയതി വൈകുന്നേരം അമ്പഴക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് അരിക്കാട്ട് കൊടികയറ്റം നടത്തുന്നതിലൂടെയാണ്. അതിന് മുന്നോടിയായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കണ്ണമാലി പള്ളിയിൽ നിന്ന് ദീപശിഖ പ്രയാണവുമായി പഴൂക്കര എത്തിച്ചേർന്നു. ആ ദീപശിഖ പള്ളിയിൽ ഒരുക്കിയിട്ടുള്ള തിരിയിലേക്ക് പകരുന്നതിലൂടെ തിരുനാളിൻ്റെ ആരംഭം കുറിക്കുകയും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ടൈസൺ കുടിയിരിക്കൽ, സാജൻ ജോർജ്, ജോമോൻ താത്തേപ്പുറം, വി ജി വിനോദ്, സേവ്യൂർ കാരേക്കാട് എന്നിവർ പങ്കെടുത്തു. മാള മലഹ സോക്കർ ഫെസ്റ്റ് ഏപ്രിൽ 27 മുതൽ മെയ് 4 വരെ അൽ അസ്ഹർ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് അറിവുള്ളതാണല്ലോ. ഇന്ന് ലഹരി വിപത്തുകൾ, ലഹരി മരുന്നുകൾ കൊണ്ട് ദൂഷ്യഫലം നമ്മുടെ മാളയെ പോലും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ മോചിപ്പിക്കാം എന്നതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ സോക്കർ ഫെസ്റ്റിനെ കാണുന്നത്. ലീഡർ കെ കരുണാകരൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും അൽ അസ്ഹർ സെൻട്രൽ സ്കൂൾ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി ലഹരിയാണ് ജീവിതം, ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മേളയുടെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ MLA നിർവഹിക്കും. MP മുഹമ്മദ് റാഫി, CL പിൻഡോ, KM അഷ്റഫ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. കേരളത്തിലെ പ്രഗത്ഭരായ പല താരങ്ങളും അണിനിരക്കുന്ന പ്രമുഖ ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ നാമധേയത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയാണ് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത്. ക്യാഷ് അവാർഡ് കൊടുക്കുന്നു. ഒപ്പം അൽ അസ്ഹർ സെൻട്രൽ സ്കൂളിൻ്റെ വക ട്രോഫി റണ്ണേഴ്സ് കപ്പ് ആയിട്ട് നൽകുന്നു. കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് 13 നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഊട്ടുപന്തലിന്റെ കാൽനാട്ടുകർമ്മം തീർത്ഥാടന കേന്ദ്രം ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ നിർവഹിച്ചു. വൈദികരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് തിരുനാളിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. രാവിലെ 6:15 മുതൽ വൈകിട്ട് 6:30 വരെ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ ഉണ്ടാകുമെന്ന് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ അറിയിച്ചു. എറിയാട് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. എറിയാട് മഞ്ഞളിപ്പള്ളി ചിറ്റേഴപ്പാടത്ത് ജോഷിക്കാണ് പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ AR മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എറിയാട് സ്വദേശി ഇക്ബാലിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച വൈകിട്ട് മഞ്ഞളിപ്പാലത്തിന് സമീപമായിരുന്നു സംഭവം. സുഹൃത്തിനോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്ന ജോഷിയെ ഇക്ബാൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പൂർവ്വവൈരാഗ്യമാണ് ആക്രമണത്തിന് പിറകിലെന്ന് പോലീസ് പറഞ്ഞു. ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുടെ ആചാരങ്ങളിലൂടെ ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടന നൽകുന്നതാണെന്നും ജനാധിപത്യവും മതേതരത്വവുമാണ് ഇന്ത്യയുടെ ആത്മാവെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ്ങ്, വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവീനർ VS ജമാൽ നയിച്ച സാഹോദര്യ പദയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മാള വട്ടക്കോട്ട സബ്സ്റ്റേഷൻ സെന്ററിൽ നിന്നും ആരംഭിച്ച യാത്ര TH ഹൈദ്രോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലും പരക്കെ നാശം. പാലസ് റോഡിൽ മരം കടപുഴകി വീണ് വൈദ്യുത ബന്ധം താറുമാറായി. സ്വരാജ് റൗണ്ടിൽ ബിനി ജംഗ്ഷനിലും മരം ഒടിഞ്ഞു വീണു. MG റോഡിൽ ഉൾപ്പെടെ പരസ്യ ബോർഡുകൾ നിലംപൊത്തി. കുറുപ്പം റോഡിൽ ഉൾപ്പെടെ പല റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി. അയ്യന്തോൾ തൃക്കുമാരക്കുളം റോഡിലും മരം വീണ് വൈദ്യുത കമ്പികൾ പൊട്ടി. വൈകിട്ട് 7 മണിയോടെ ആരംഭിച്ച മഴ 1 മണിക്കൂറോളം നീണ്ടുനിന്നു. ദേശീയപാത 66 കയ്പമംഗലം അറവുശാലയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ട്രാൻസ്ഫോമറും ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് 2 പോസ്റ്റിലും ട്രാൻസ്ഫോർമറിലും ഇടിച്ച ശേഷം മുന്നോട്ട് നീങ്ങി മറ്റൊരു പോസ്റ്റിലും ഇടിച്ചാണ് നിന്നത്. കൊല്ലം തെന്മല സ്വദേശി വിനോദും ബന്ധുവുമാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് അറവുശാലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂർ ടൗൺ പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവാസികൾക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന പ്രവാസി സേവാ കേന്ദ്ര ആരംഭിച്ചു. സേവാ കേന്ദ്രയുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് PN വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് KX ലൂയിസ്, ഡയറക്ടർ ബോർഡ് അംഗം അഷ്റഫ് പൂവത്തിങ്കൽ, KM പ്രകാശൻ, മധുരകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് KC ഗിരീഷ്, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേടത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി പിടിയിൽ. മാള മേലടൂർ ആനത്തൂരിൽ നിന്നാണ് അസം സ്വദേശിയായ അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. തൃശൂർ അഞ്ചേരിച്ചിറയിൽ പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടി. കേസിലെ പ്രതികളായ 4 പേരെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അധികമായി 18,000 പൂരപ്രേമികൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം വെടിക്കെട്ട് ആസ്വദിക്കാമെന്ന് മന്ത്രി K രാജൻ. പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിന് ഉണ്ടാകുമെന്നും മന്ത്രി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.